26 ரூபா கட்டுறா பாவம் நம்ம பையனடா வெளியே போட்டு திண்ணல തിരുവനന്തപുരം പാലക്കാട്ട് റൂട്ടിലെ കുഴൽമന്ദം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൂപ്പർ ഫാസ്റ്റ് വരെ ഇവിടെ നിർത്തണ സ്ഥലമാണ്. അപ്പൊ കയ്യും വീശി വന്ന് പോത്തിനെ മേടിച്ചിട്ട് പോകുന്ന ഒരു സിസ്റ്റായിരിക്കും ഏറ്റവും നല്ലത്. ഇത്ര വലിയ വണ്ടിയില് 92ഓളം കുട്ടിപ്പോത്തുകളാണ് പറഞ്ഞത്. അതെ, എല്ലാം വളർത്താൻ പറ്റിയ പോത്തുകളാണ് കമ്പനിക്കുള്ളത്. ആണോ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നാ? ആന്ധ്ര എന്ന് കൊണ്ടാണ് കേട്ടാ. 1-2 ദിവസമൊക്കെ എടുത്താണ് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ പോത്തിനെയൊക്കെ കൊണ്ട് എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാരാക്കി നിർത്തിയിട്ടാണ് കച്ചവടത്തിലേക്ക് പോകുന്നത്. ഇത് കണ്ടാ അതിനുള്ള സ്ഥലമാണ്. പിന്നെ വെള്ളം കുടിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഇതെല്ലാം. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞാൻ ഈ ചന്തയിൽ തന്നെ പോത്തിനെയൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു വളർത്താൻ വേണ്ടി. അപ്പൊ ഞാനന്ന് ചേർത്തിൽ നിന്നൊക്കെ വണ്ടിയും വിളിച്ചിട്ടാണ് വന്നത്. പക്ഷെ അങ്ങനെ എടുക്കാൻ വരുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ അവിടെ നിന്നൊക്കെ വണ്ടി വിളിച്ചിട്ട് വരാതിരിക്കണം നല്ലത്. കാരണം മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ സാധനങ്ങൾ കുറവാണെങ്കിൽ വില ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടുന്ന് തന്നെ വണ്ടി വിളിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അവിടുത്തെ വണ്ടിക്കൊക്കെ ഇതുപോലുള്ള സംവിധാനങ്ങളില്ല. ഇവിടെ എല്ലാം ഗ്രില്ലൊക്കെ പിടിപ്പിച്ച് അടിപൊളിയായിട്ട് വണ്ടിയുണ്ട്. മാത്രമല്ല മറ്റവിടത്തേക്കാളൊക്കെ റേറ്റ് കുറച്ച് പേര് സ്ഥിരമായിട്ട് ഓടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മാറ്റൊക്കെയുള്ള വണ്ടിയായിരിക്കും ഏറ്റവും നല്ല. അല്ലെങ്കിലൊക്കെ നമ്മളൊക്കെ നോർമൽ വണ്ടി വിളിച്ചിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ഈ പോത്തും പശുവൊക്കെ വീണ് പോകാനിടയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഇവിടുന്ന് തന്നെ വണ്ടി വിളിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ചേട്ടന്റെ ഒരു പശുവിനെ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? വേറെ തരണം 5 അതിനകത്ത് ഒരെണ്ണത്തിന് വിൽക്കാൻ വേണ്ടി ചേട്ടൻ കൊണ്ടുവന്നിരിക്കുക. എവിടെ വന്നാ? അപ്പൊ ഒരുപാട് കർഷകർ ഇങ്ങനെ ഇവിടെ ചന്തയെ കൊണ്ട് വിൽക്കുകയും ചെയ്യും, വേറെ മേടിച്ചിട്ട് പോവുകയും ചെയ്യും. ഈ മാർക്കറ്റ് ഏറ്റവും വലിയ ഗുണം ചെറുകിട കർഷകർക്കുള്ള 1-2 അവരുടെ വളർത്തു മൃഗങ്ങളെ കൊണ്ട് നമുക്ക് വിൽക്കാൻ പറ്റും. പശു ആയാലും പോത്തായാലും ആടായാലും എല്ലാം നമുക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അതല്ല ഹോൾസെയിലായിട്ട് എടുക്കാൻ പറ്റുന്നവർക്കും 1-2 മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ലൊരു മാർക്കറ്റാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. ഇവിടെ എത്ര ഏജന്റുമാരുണ്ട്? മൊത്തം 100 മേലുണ്ടല്ലേ? 100 മേല് ഏജന്റുമാരുണ്ട്. പക്ഷെ നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മേടിക്കാം. അപ്പൊ ഏജന്റുമാരെന്നൊക്കെ മേടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും? ചിലപ്പോൾ 250 ഒക്കെ കൊടുത്താലും അവിടുന്ന് മേടിച്ചിട്ട് പോവാം അല്ലേ? അപ്പൊ ഏത് രീതി വേണമെങ്കിലും മേടിക്കാൻ കേട്ടോ ഇവിടുന്ന്. നമ്മളുടെയൊക്കെ ഉണ്ടല്ലോ ചെറിയ രീതിയിലൊക്കെ കച്ചവടം നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സെലക്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. ഇവിടുത്തെ ഒരു ഗുണമെന്ന് കണ്ടാ ഇവിടെ ചെറു പ്രായത്തിലുള്ളത് മുതൽ ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. 1 വയസ്സുള്ളതുകൊണ്ട്, തടി തിരിഞ്ഞതുണ്ട്, വെട്ടുകാർക്ക് പറ്റിയുണ്ട്, അങ്ങനെ ഏത് രീതിയിലുള്ളതും തിരഞ്ഞെടുക്കണ്ട. ഇവിടെ എന്ന് വെച്ചാൽ 1 വയസ്സിന് മേലുള്ളതാണ്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ എപ്പോഴും തടി തിരിഞ്ഞ പോത്തായിരിക്കും വളർത്താൻ ഏറ്റവും നല്ലത്. ഇപ്പൊ കുഞ്ഞൊക്കെ വേണ്ടി മേടിക്കണമെങ്കിലല്ല, വളർന്നു വരാൻ താമസമാണ്. ഇച്ചിരി വില കൊടുത്താലും ന്യായമായ ഒരു പോത്തിനെ മേടിക്കണമായിരിക്കും ഏറ്റവും നല്ലത്. ഈ പോത്തിനൊക്കെ നമ്മളൊക്കെ ഓർക്കും വെട്ടാൻ ആണ് പോകണമെന്ന് പ്രധാനമായിട്ടും. അപ്പൊ ഈ പോത്തിനൊക്കെ ആവറേജ് റേറ്റ് വരുന്നതെന്ന് വെച്ചാല് ഒരു 35 രൂപ 40 രൂപ റേറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് വെച്ചാല് ഇതിനൊക്കെ ഒന്ന് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് ഇച്ചിരി ക്ഷീണിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ റേറ്റിനൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു 4-5 അല്ലെങ്കിൽ 1 വർഷമൊക്കെ വളർത്തിയിട്ട്, അതായത് കുറച്ചൊരു 10,000-20,000 രൂപയൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് കൊടുക്കുന്ന രീതിയാണ്. അപ്പൊ നമ്മളൊക്കെ ഒരു കൺസെപ്റ്റിൽ ഏറ്റവും ചെറുതിനെ മേടിച്ച് വളർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ കൊടുക്കാനായിട്ട് പറ്റും. ഈ വളരെ കുഞ്ഞു പോത്ത് വളർന്നു വരുന്നത് വളരെ താമസമാണ്. അപ്പൊ ആ രീതിക്കാണ് ഇവിടെ എല്ലാം അങ്ങനെയുള്ള ഒരു മാർക്കറ്റാണ്. അപ്പൊ ഏത് സൈസിന് വേണം നമുക്ക് നിഷ്പ്രയാസം ഇവിടുന്ന് മേടിച്ചിട്ട് പോകാനായിട്ട് പറ്റും. മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ പോത്തിനെ മേടിച്ചിട്ട് വരുന്ന റിസ്ക് ആണ് കിട്ടും. ഒരുപാട് കടമ്പകൾ കടന്നു വേണം വരാം. കേരളത്തിൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പോകാനായിട്ട് പറ്റും. അതുകൊണ്ട് കച്ചവടക്കാരായാലും വളർത്തുന്നവരാക്കായാലും ഏറ്റവും പ്രിയപ്പെട്ട മാർക്കറ്റാണ് ഇത്. ഇവിടെയൊക്കെ നാടൻ പശുവിന്റെ ഒരു വൻ ശേഖരം തന്നെ കേട്ടാ. ഇതൊക്കെ വലിയ വിലക്കാണൊക്കെ ആൾക്കാരൊക്കെ വിട്ടിട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് ആവശ്യത്തിലുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ നല്ല പശുക്കിടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങണ്ട. ഇവിടെ ഉണ്ടാ ചെറിയ കുറുകിനങ്ങളാണ് എല്ലാം. പശുവാവ് നടത്തുന്നവർക്കൊക്കെ ഇല്ലേ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. അപ്പൊ അവിടെയൊക്കെ പ്രത്യേകതയിൽ എപ്പോഴും അപ്ഡേറ്റ് ആയി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരൊക്കെ കറവ് കുറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ട് കൊടുത്ത് മാറി മേടിക്കാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ്. വിൽക്കുകയും ചെയ്യാം, നല്ല തന്നെ അന്ന് തന്നെ മേടിച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കറക്കാവുന്ന ഒരു സിസ്റ്റം നമുക്ക് ഇതിലൂടെ നമുക്ക് കിട്ടും കേട്ടോ. അത് കണ്ട ഇതെല്ലാം നല്ല ഇനം പശുക്കളുടെ വലിയൊരു ശേഖരം തന്നെയാണ് ഇവിടെ. കേരളത്തിലെ മഴക്കാലത്താണ് കൂടുതലും ആൾക്കാർ പോത്ത് വളർത്തുന്നത്. കാരണം ഒട്ടുമിക്ക സ്ഥലത്തും വെള്ളം കുറവായിരിക്കും. അപ്പം ഈ പോത്തിനെ വെച്ചോളം വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ് വളർത്താൻ വേണ്ടി. ഒരു ക്ഷീണിച്ച് വരണം കൊണ്ട് കഴിഞ്ഞപ്പോൾ മഴയും ഇതൊക്കെയാണ് പുല്ലൊക്കെ പുല്ലൊക്കെ കൊടുത്ത് ഉള്ള സമയത്ത് നമ്മുടെ വർക്കിന് പോകും. വീട്ടുകാർ വാങ്ങി നോക്കും. പിന്നെ വന്നിട്ടുള്ള പരിപാടികൾ
ആണല്ലേ? ഇടക്കിടക്ക് വന്ന് എടുത്തോണ്ട് പോയി ഇടയ്ക്ക് വരും. വന്നിട്ട് നമുക്ക് പറ്റിയത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക, എടുക്കുക, ഇഷ്ടപ്പെട്ട് എടുത്തോണ്ട് പോകും. ഇഷ്ടപ്പെട്ട എടുക്കുക. അപ്പൊ വണ്ടി ആയിട്ടാണോ പിന്നെ വണ്ടി ഇതാണോ? വണ്ടിയില്ല, ഇവിടെ നിന്ന് ഏതെങ്കിലും വണ്ടികളുണ്ടാവും, അതായിരിക്കും നമുക്ക് നല്ലതല്ലേ? അതിൻ്റെ കൂടെ കയറ്റിയിട്ട് സാധനത്തിന് കയറ്റിയിട്ട് പറ്റിയത് ഏതാ വെച്ചാൽ നമ്മൾ നോക്കുക. അല്ലേ? അതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വണ്ടിയും കൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ചില സമയത്തൊക്കെ വില കൂടുതലായിരിക്കും. സാധനം വന്നത് കുറവാണെങ്കിൽ വില കൂടുതലായിട്ട് വരും. അപ്പൊ നമുക്ക് ആ ചന്ത എടുക്കാതെ പോവുക. അപ്പൊ വില കുറഞ്ഞ് ഞാൻ നോക്കി എടുക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും മാർക്കറ്റ് ഉള്ള ദിവസം ശനിയാഴ്ചയാണ്. ഒരു 12 മണി മുതലൊക്കെ നന്നായിട്ട് ഐറ്റംസ് ഒക്കെ വന്നു തുടങ്ങും. ഒരു 4 മണി കഴിഞ്ഞാണ് തിരക്കാവുന്നത്. അപ്പൊ ആ ഒരു മാർക്കറ്റ് ഒരു 12 മണി വരെ സജീവമായിരിക്കും. ഇത് കഴിഞ്ഞുള്ള 8 ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ഉണ്ടാകും, പക്ഷേ ഐറ്റംസ് കുറവായിരിക്കും. അവിടെ ആ സമയത്തൊക്കെ ഇവിടെ ഒന്ന് സാധനം മേടിച്ചിട്ട് പോകുന്നതാണേ. എത്ര 3 രൂപ. 3000 അല്ലേ? ഇതൊരു 3000 രൂപയുടെ ഒരു പച്ചക്കിടാവാണ് കേട്ടാ.